മഹാനായ പാണ്ഡവ വീരൻ അർജുനൻ ഹിമാലയത്തിലെ ഇന്ദ്രകീല പർവ്വതത്തിൽ ഘോരമായ തപസ്സിലായിരുന്നു. വനവാസത്തിലായിരുന്ന പാണ്ഡവർക്ക് ഭാവിയിലെ യുദ്ധവിജയത്തിനായി പരമശിവന്റെ അനുഗ്രഹം തേടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ചാണ് അവൻ തപസ് ആരംഭിച്ചത്. അർജുനൻ മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കി മഞ്ഞിലും മഴയിലും ഭക്ഷണം ഉപേക്ഷിച്ച് അചഞ്ചലമായ ഭക്തിയോടെ മഹാദേവനെ ധ്യാനിച്ചു. അവന്റെ തപസ്സിന്റെ തേജസ് കണ്ടിട്ട് ദേവന്മാർ പോലും വിസ്മയിച്ചു. അങ്ങനെയിരിക്കെ മൂകൻ എന്നൊരു ഭീകരനായ അസുരൻ ഒരു വലിയ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനന്റെ തപോഭൂമിയിലേക്ക് പാഞ്ഞുവന്നു. തപസ് മുടക്കാനും അർജുനനെ വധിക്കാനുമായിരുന്നു അവന്റെ ലക്ഷ്യം. ആ അസുരൻ അർജുനനെ ആക്രമിക്കാൻ ഒരുങ്ങിയ അതേ നിമിഷം എവിടെ നിന്നോ ഒരു വേടൻ പ്രത്യക്ഷപ്പെട്ടു. കറുത്ത നിറത്തിലും വലിയ വില്ലും അമ്പുകളുമായി ഭംഗിയുള്ള വേഷത്തിലായിരുന്നു ആ വേടൻ. അർജുനനും വേടനും ഒരേ സമയം അമ്പുകൾ എയ്തു. കാട്ടുപന്നി ഒരു ഭയങ്കര ശബ്ദത്തോടെ നിലം പതിച്ചു. തുടർന്ന് പന്നിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി അർജുനനും വേടനും തമ്മിൽ തർക്കമായി. അതെന്റെ ഇരയാണ്, ഞാൻ ചെയ്ത അമ്പാണ് അതിനെ വീഴ്ത്തിയത്. വേടൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എന്റെ അസ്ത്രമാണ് ലക്ഷ്യം കണ്ടത്. ഇത് ധർമ്മപ്രകാരമുള്ള എന്റെ മൃഗയാ വിനോദമാണ്. അർജുനൻ കോപത്തോടെ മറുപടി പറഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായപ്പോൾ അതൊരു ഉഗ്രമായ യുദ്ധത്തിലേക്ക് വഴിമാറി. ഇരുവരുടെയും അമ്പുകൾ ആകാശത്ത് കൂട്ടിയിടിച്ചു. അർജുനൻ തന്റെ എല്ലാ ദിവ്യായുധങ്ങളും വേടനു നേരെ പ്രയോഗിച്ചു. പക്ഷേ വേടൻ അതിനെയെല്ലാം നിഷ്പ്രയാസം തടുത്തു. അവസാനം അർജുനന്റെ എല്ലാ അസ്ത്രങ്ങളും തീർന്നു. ഒടുവിൽ വേടന്റെ അസ്ത്രമേറ്റ് അർജുനൻ തളർന്ന് നിലം പതിച്ചു. എങ്കിലും അവന്റെ പോരാട്ട വീര്യം അണഞ്ഞിരുന്നില്ല. പരാജയം സമ്മതിക്കാൻ അർജുനൻ തയ്യാറായിരുന്നില്ല. അവൻ വേഗത്തിൽ അവൻ ഉണ്ടാക്കിയ ആ ശിവലിംഗത്തിൽ അവന്റെ പക്കലുണ്ടായിരുന്ന ആ പൂക്കൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സോടെ ലിംഗത്തിനുമേൽ അർപ്പിച്ചു. പൂക്കൾ സമർപ്പിച്ച ശേഷം അവൻ അത്ഭുതത്തോടെ വേടനെ നോക്കി. താൻ ലിംഗത്തിൽ അർപ്പിച്ച അതേ പൂക്കൾ വേടന്റെ കഴുത്തിൽ അലങ്കാരങ്ങളായി കിടക്കുന്നു. സത്യം മനസ്സിലാക്കിയ അർജുനന്റെ കണ്ണുകൾ നിറഞ്ഞു. സാക്ഷാൽ മഹാദേവൻ തന്നെയാണല്ലോ തന്റെ മുന്നിൽ ഒരു വേടന്റെ രൂപത്തിൽ വന്ന് തന്നെ പരീക്ഷിച്ചത്. ഭക്തിയോടെ വിനയത്തോടെ അവൻ മഹാദേവന്റെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു. സന്തുഷ്ടനായ മഹാദേവൻ തന്റെ കിരാതമൂർത്തി രൂപം മാറ്റി കയ്യിൽ ത്രിശൂലവും കഴുത്തിൽ വാസുകിയുമായി തേജസ്സോടെ പ്രത്യക്ഷനായി. എന്നിട്ട് അർജുനനോട് പറഞ്ഞു. അർജുന, നിന്റെ തപസ്സിലും ധീരതയിലും ഞാൻ സന്തുഷ്ടനാണ്. നീ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇതാ നീ ആഗ്രഹിച്ച ആയുധം ഞാൻ നിനക്ക് നൽകുന്നു. മഹാദേവൻ അവന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ദിവ്യായുധമായ പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ഈ അസ്ത്രം കൊണ്ട് യുദ്ധത്തിൽ നീ അജയനായിരിക്കുമെന്നും ധർമ്മം സംരക്ഷിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞു മഹാദേവൻ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അങ്ങനെ അർജുനന്റെ തപസ് പൂർണ്ണമാവുകയും അവൻ ദിവ്യമായ ശക്തിയാൽ നിറഞ്ഞ് സന്തോഷവാനായി പർവ്വതം വിട്ടിറങ്ങുകയും ചെയ്തു. കിരാതമൂർത്തിയുടെയും അർജുനന്റെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ് ടൈപ്പ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.